പട്ടാമ്പി വളരെ വളരെ മനോഹരമായ നാടാണ്, എൻ്റെ നാടാണ്. പട്ടാമ്പി കാണാൻ വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു ചെറിയ പട്ടണമാണ്. ആ പട്ടാമ്പിയിൽ എത്തുന്നവരെ പകിട്ടോടെ സ്വീകരിക്കാൻ അവിടെ ഒരുപാട് ഒരുക്കങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നഗരത്തിലെ ചുമരുകളും മതിലുകളും എല്ലാം കൂടുതൽ സുന്ദരമായിരിക്കുന്നു. തനത് കലാരൂപങ്ങൾ മുതൽ ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉൾപ്പെടെ ചിത്രങ്ങൾ കൊണ്ടിപ്പോൾ നയന മനോഹരമാണ് പട്ടാമ്പി നഗരം. മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി നഗരത്തെ ഇങ്ങനെ ചുമർ ചിത്രങ്ങളാൽ മനോഹരമാക്കിയത്. പട്ടാമ്പി നഗരത്തിലെത്തുന്നവരെ മനോഹരമായ ചിത്രങ്ങളിലൂടെ സ്വീകരിക്കുകയാണ് പാതയോരങ്ങളിലെ മതിലുകളും ചുമരുകളും. പട്ടാമ്പി നഗരസഭയുടെ പകിട്ടോടെ പട്ടാമ്പി പദ്ധതിയുടെ ഭാഗമായാണ് നഗരത്തിൽ മനോഹര ചിത്രങ്ങൾ ആലേഖനം ചെയ്തത്. തനത് കലാരൂപങ്ങളും കൗതുക ചിത്രങ്ങൾക്കുമൊപ്പം മാലിന്യ സംസ്കരണത്തെയും ജലം, വായു തുടങ്ങിയവയുടെ സംരക്ഷണത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ശുചീകരിച്ചുകൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു തനത് കലാരൂപങ്ങളും അതുപോലെ തന്നെ മനോഹരമായ ചുമര് ചിത്രങ്ങളും ഒക്കെ പട്ടാമ്പി നഗരത്തിലും സ്ഥാപിക്കാനും അതുവഴി പട്ടാമ്പിയെ നോക്കി കാണുമ്പോൾ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു പട്ടാമ്പി എന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ചുറ്റുമതിൽ, സർക്കാർ സ്ഥാപനങ്ങളുടെ മതിലുകൾ, ചുമരുകൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് കണ്ണിനു കാഴ്ച വിരുന്നൊരുക്കി മനോഹര ചിത്രങ്ങൾ സജ്ജമാക്കിയത്. ന്യൂസ് 18 പട്ടാമ്പി. കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇടുക്കി പാമ്പാടുംപാറ പഞ്ചായത്തിലെ പത്തിനിപ്പാറ നിവാസികൾ ഇപ്പോൾ ഉള്ളത്. മേഖലയിലെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളൊക്കെ ഉപയോഗശൂന്യമായതോടെയാണ് ഈ ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണം ആകെ നിലച്ചുപോയത്. പദ്ധതിയുടെ ഭാഗമായുള്ള കുളം കാട് കയറി നാശത്തിന്റെ വക്കിലാണ്. പാമ്പാടുംപാറ പഞ്ചായത്തിലെ ഉൾനാടൻ ഗ്രാമീണ മേഖലയിലെ 100-ലധികം കുടുംബങ്ങൾക്ക് ആശ്രയമായ പദ്ധതിയാണ് സംരക്ഷണമില്ലാതെ നശിക്കുന്നത്. 2005-ൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കുളം നിർമ്മിച്ചത്. തുടർന്ന് പൈപ്പുകൾ സ്ഥാപിച്ച് വീടുകളിലേക്ക് വെള്ളം എത്തിച്ചിരുന്നെങ്കിലും ഇരുമ്പ് പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിച്ചതോടെ ജലവിതരണം നിലച്ചു. നിലവിൽ കഴിഞ്ഞ 5 വർഷമായി പദ്ധതി ഉപയോഗത്തിലില്ല. 100 വീടിന് മേളിലായിട്ട് ആൾക്കാർക്ക് നല്ല രൂപത്തിൽ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമായിരുന്നത്. ഇപ്പൊ ഇത് ഈ മഴക്കാലത്ത് പോലും വെള്ളത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്തേക്ക് ആയിരുന്നു. ഒരു മെട്ടും പ്രദേശമാണ് പത്തിനിപ്പാറ എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭയങ്കര ഉയർന്ന പ്രദേശമാണ്. അവിടെ വെള്ളം ഇപ്പൊ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. മഴക്കാലത്ത് പോലും കുടിവെള്ളം കൃത്യമായി ലഭിക്കാത്ത മേഖലയാണ് ഇവിടം. മേഖലയിൽ മറ്റ് ശുദ്ധജല സ്രോതസ്സുകളുമില്ല. നാട്ടുകാർ നിലവിൽ ആഴ്ചതോറും 700-ലധികം രൂപ മുടക്കിയാണ് വെള്ളം വിലയ്ക്ക് വാങ്ങുന്നത്. നിലവിലുള്ള പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി കാര്യക്ഷമമാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ശുദ്ധജലത്തിനായി നെട്ടോട്ടമോടുകയാണ് കാസർഗോഡ് തളങ്കരയിലെ കുടുംബങ്ങൾ. ബദൽ സംവിധാനങ്ങളൊക്കെ തേടി അധികൃതരെയൊക്കെ സമീപിച്ചെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായില്ല എന്നാണ് ഇവിടുത്തുകാരുടെ പരാതി. കൊപ്പലിലെ 15-ലധികം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. കഠിനമായ ചൂടുകൂടിയായതോടെ ഇവർ വലിയ പ്രയാസമാണ് നേരിടുന്നത്. കുടിക്കാനും കുളിക്കാനും അലക്കാനും ഒന്നും വെള്ളമില്ല. പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണിത്. ഇവിടേക്ക് കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചുവെങ്കിലും ജലവിതരണം കാര്യക്ഷമമല്ല. വെള്ളം പോകുന്നു, അപ്പോൾ കംപ്ലീറ്റ് ഒരു ഇതായിട്ടാകുമ്പോൾ പൈപ്പ് പൊട്ടിന് പോകുന്നു. പിന്നെ അത് തിരിഞ്ഞു നോക്കുന്നില്ല. ഉപ്പുവെള്ളം പോയാൽ കിണറ്റിൽ വെള്ളം ഏത് കുടിക്കാൻ പറ്റുന്നില്ല. അതിന് ഉപ്പ് പ്രശ്നമുണ്ട്. പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നതും ശുദ്ധജല സ്രോതസ് ഇല്ലാത്തതും വലിയ പ്രതിസന്ധിയാണ്. കിലോമീറ്റർ അകലെ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നത്. അതും വലിയ വില നൽകി. കുടിവെള്ളം കിട്ടാതായതോടെ പലരും താൽക്കാലികമായി താമസം മാറി.
தண்ணி வசதிக்கு ஏற்பாடு பண்ணிட்டாங்க. நாங்கள் 18 வருஷமாக இங்கே தான் இருக்கோமே. சுத்தமாக தண்ணி இல்லை, பழுப்புலேயும் தண்ணி இல்லை, கிணத்துலேயும் தண்ணி இல்லை. இப்போ வெயில் டைம் வரைய ரொம்ப கஷ்டமாக இருக்குது தண்ணி எடுக்க. வேலைக்கு போயிட்டு வந்தால் கூட தூரமாக போயிட்டு தண்ணி எடுக்கிறதா இருக்குது. തണ്ണി കൊഞ്ചം ഏർപ്പാട് പണിട്ടാങ്ക. കുടിവെള്ളം എത്തിക്കാത്ത അധികാരികളുടെ അവഗണനയിൽ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 കാസർഗോഡ്. ആനക്കരയിൽ നിന്നും സമാനമായൊരു പരാതി. കാര്യം നമ്മളിപ്പോൾ വലിയ രീതിയിൽ വേനൽ ബുദ്ധിമുട്ടിച്ചില്ല, ഇഷ്ടംപോലെ വേനൽ മഴ കിട്ടിയെന്നൊക്കെ പറയുമ്പോഴും ഈ കുടിവെള്ള പദ്ധതികളൊന്നും ശരിയായി നടക്കാതെ വരുമ്പോൾ ആ ഭാഗത്തൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുന്ന പാലക്കാട് ആനക്കര മേലഴിയം പ്രദേശവാസികളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ലക്ഷങ്ങൾ ചെലവിട്ട് ടാങ്കുകളൊക്കെ സ്ഥാപിച്ചെങ്കിലും ഇതുവരെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പാലക്കാട് ആനക്കരയിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത്. നിലവിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിലൂടെ ജലവിതരണം നടത്തുന്നുണ്ട് എങ്കിലും ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നെല്ലിക്കുന്നിലെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ ചിലവിട്ട് 5000 ലിറ്ററിന്റെ 2 ടാങ്കുകൾ വീതമാണ് സ്ഥാപിച്ചത്. എന്നാൽ ഇവ ഉപയോഗപ്രദമല്ല. 100-ൽ പരം കുടുംബങ്ങളാണ് ഇവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ 100-ന്റെ മുകളിൽ നമുക്കിവിടെ താമസമായിട്ട് കുറെ വീടുകളുണ്ട്. അവർക്കൊന്നും വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ. ജലജീവൻ മിഷൻ പദ്ധതിയിൽ ധാരാളം കുടിവെള്ള കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും കുന്നിൻ പ്രദേശമായതിനാൽ എല്ലായിടത്തും വെള്ളം എത്തുന്നുമില്ല. വീടുകളിൽ ടാപ്പ് തുറന്നാൽ മിക്ക സമയത്തും കാറ്റു മാത്രമാണ് വരുന്നതെന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. ആദ്യം പിന്നെ കുറേശ്ശെ 2 ബക്കറ്റ് 3 ബക്കറ്റ് ഇടണം. പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല. പിന്നെ ഏത് പാടൊക്കെ വെള്ളം പിന്നെ ഞങ്ങളിപ്പോൾ ഇത് എത്ര നേരം ഉറക്കൊഴിച്ചിരിക്കുക. അവിടെയൊക്കെ വെള്ളം പോകുന്ന കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ തുറന്നാലും ഞങ്ങൾക്ക് കാറ്റ് വെക്കാം. കാറ്റുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമില്ലല്ലോ. എന്നാൽ ഞങ്ങൾക്ക് അത് ഉണ്ടായിരുന്നു, അതുമില്ല. പിന്നെ ഇപ്പം എന്താ, പിന്നെ വണ്ടിമേളം വരും. അവിടെയൊക്കെ എപ്പോഴും ഞാൻ വരും. ഞങ്ങൾക്ക് ഇങ്ങോട്ട് എപ്പോഴും എത്തില്ല. ഞങ്ങളിപ്പോൾ അതിലും നല്ല ഞങ്ങൾക്ക് കിണറ്റിൽ നിന്ന് ഏറ്റി കൊടുന്നൂടെ. ഈ വണ്ടിമേളം എപ്പോഴെങ്കിലും ആ കാറ്റ് ഒന്നും ഏറ്റി കൊടുക്കുന്നു. നിലവിൽ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിൽ നിന്ന് കുടുംബങ്ങൾ സ്വന്തം ചെലവിൽ മോട്ടോർ സ്ഥാപിച്ച് വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. തൃത്താല പട്ടിത്തറ കൂമൺതോട് പാലം സൈഡ് ഭിത്തി നിർമ്മിക്കുന്നത് ഗാബിയോൺ ഗേജ് സാങ്കേതികവിദ്യയിൽ. ജില്ലയിലെ അട്ടപ്പാടി ചുരത്തിലാണ് ഇതിനു മുൻപ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രളയത്തെ തുടർന്നാണ് കൂമൻതോടിന് സമീപത്തെ കൊടുംവളവിൽ പാർശ്വഭിത്തിയും റോഡിന്റെ ഒരു ഭാഗവും തോട്ടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. ഇതോടെ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഒരേ ഭാഗത്തു കൂടി കടന്നുപോകേണ്ട സ്ഥിതിയായി. പാർശ്വഭിത്തി തകർന്ന ഭാഗത്ത് 26 മീറ്റർ നീളത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഗാബിയോൺ ഗേജ് സാങ്കേതിക വിദ്യയിലാണ് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പാർശ്വഭിത്തി നിർമ്മാണം 45 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായിട്ടുള്ള ഗാബിയോൺ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, നിർമ്മാണ രീതി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നത് പോലെ ഈ റോഡ് നിർമ്മാണം നടക്കുന്നത്. ഇത് തൃത്താലയിൽ എവിടെയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുള്ളത് അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ്. അപ്പം ആ നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. അത്ര ശ്രദ്ധയോടെയും സൂക്ഷ്മമായും ഇനി ഇത്തരമൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുമാണ് ഇത് ചെയ്യുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറം കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി കൂടി കണക്കിലെടുത്ത് വീതി കൂട്ടിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറയൂർ വണ്ടിച്ചിറ പാലം നവീകരണം വൈകുകയാണ്. കാർഷിക മേഖലയിലേക്കുള്ള ഈ പാലം നവീകരിച്ച് നൽകിയാൽ അവിടെയുള്ള കർഷകർക്കുമൊക്കെ വലിയ പ്രയോജനമാകും. പക്ഷേ എന്നിട്ടും ആ പദ്ധതിയുടെ കാര്യത്തിൽ വേണ്ടത്ര ഒരു ശ്രദ്ധയില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാർഷിക മേഖലകളിൽ ഒന്നായ ചെങ്കൽ ആറയൂർ കൃഷിപ്പാടത്തേക്ക് പോകാനുള്ള പാലമാണിത്. നെയ്യാറിന്റെ കൈവഴിയായ വണ്ടിച്ചിറത്തോടിന് കുറുകിയുള്ള പാലം ഏത് നിമിഷവും നിലം പതിക്കാം. കാലപ്പഴക്കവും പുനർനിർമ്മാണങ്ങളിൽ വരുത്തിയ വീഴ്ചയുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഏക്കർ കണക്കിന് കൃഷിയിടത്തേക്ക് കർഷകർ എത്തുന്നതും ഇതുവഴിയാണ്. ഇപ്പൊ ഈ പാലത്തിന്റെ കട പഴങ്ങി നിൽക്കുകയാണ്. ഇതിന്റെ അടിഭാഗം ഇനി യാതൊരു ബലവും അതിനില്ല. അതിന് എത്രയും പെട്ടെന്ന് നേരാക്കിയാലേ നമുക്ക് അതിലെ ഉറപ്പായിട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ അടുത്ത മഴയത്ത് ജൂൺ ജൂലൈ മാസത്തിലുള്ള മഴയത്ത് ഇത് എന്തായാലും താഴെ വീഴും. വണ്ടിച്ചിറ തോടിന് മുകളിലായിട്ട് വരുന്ന ഈ പാലം ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്
പല പ്രാവശ്യം ബന്ധപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടുകയും അതിന് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വരികയും ചെയ്തു. അതിനുശേഷം ഒരിക്കൽ MLA ആയിട്ട് ബന്ധപ്പെട്ട് MLA ആയിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പം അതിൻ്റെ ഒരു ഇത് നല്ലൊരു എമൗണ്ട് ആവും, അതുകൊണ്ട് അത് നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതിനൊരു പരിഹാരം, ശാശ്വത പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഈ കർഷകർക്ക്, ഈ ഏലയ്ക്കകത്ത് കർഷകർക്ക് വന്ന് പോകാനും എടുക്കാനുള്ള ഒരു സൗകര്യമുള്ളൂ. വളരെ ദയനീയ അവസ്ഥയിൽ കിടക്കുകയാണ്. തോടിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പാലത്തിന്റെ പാർശ്വഭിത്തികളും ബേസ്മെന്റും ഇളകിയിട്ടുണ്ട്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരം ഉണ്ടാകുന്നില്ല. നിലവിൽ അമിതമായ കൂലി നൽകി തലച്ചുമടായാണ് വളം ഉൾപ്പെടെയുള്ള കാർഷിക സാധനങ്ങൾ എത്തിക്കുന്നത്. പാലം നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയാൽ കാർഷിക മേഖലയ്ക്ക് ഉണർവേകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മഴയായാൽ ഇതുവഴിയുള്ള യാത്ര തീർത്തും അപകടത്തിലാകും. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം തേടുകയാണ് കർഷകർ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴ് ബിവറേജസ് ഗോഡൌണിന് തീപിടിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തും. ഇന്നലെ രാത്രി ആണ് വൻ അഗ്നിബാധയിൽ ഔട്ട്ലെറ്റിന്റെ കെട്ടിടവും ഗോഡൌണും പൂർണ്ണമായി കത്തിനശിച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അതൊരു വലിയ തീപിടുത്തമായിരുന്നു, വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാഥമിക നിഗമനമൊക്കെ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് തിരുവല്ലയിൽ പുളിക്കയിൽ ഈ ബിവറേജ് ഗോഡൌണിലെ തീപിടുത്തമുണ്ടായത്. ഗോഡൌണിലും ഒപ്പം ഔട്ട്ലെറ്റിലും തീപിടുത്തമുണ്ടായി. കോടികളുടെ നഷ്ടം ഉണ്ടായെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടലുള്ളത്. ഏതായാലും അത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണത്തിന് ശേഷമായിരിക്കും അത് പരിശോധനയും ശാസ്ത്രീയമായ പരിശോധന നടത്തിയ ശേഷമായിരിക്കും എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായെന്നൊരു നിഗമനത്തിൽ എത്താൻ കഴിയുള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി ഫയർഫോഴ്സൊക്കെ പറഞ്ഞത് തൊട്ടടുത്ത് ഈ ബിവറേജ് കോർപ്പറേഷൻ ഈ ഗോഡൌണിന്റെ അടുത്ത് തന്നെ പിൻഭാഗത്ത് വെൽഡിംഗ് ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള സ്പാർക്കിംഗ് ബലമായിരിക്കും തീപിടുത്തം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം ഫയർഫോഴ്സ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ വിശദമായ ശാസ്ത്രീയമായ പരിശോധനയോട് കൂടി മാത്രമേ ഇത് ശരിയാണോ എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. എന്തായാലും പരിശോധന ഇന്ന് നടക്കാനാണ് സാധ്യത. ബിവറേജിലെ ജീവനക്കാരും ഒപ്പം ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ള ആളുകൾ വന്ന് പരിശോധന നടത്തുന്നത്. എന്തായാലും കോടികളുടെ നഷ്ടം ഉണ്ടായെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഈ അലൂമിനിയം ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിനുള്ളിലെ പൂർണ്ണമായുള്ള ശേഖരിച്ചിട്ടുള്ള മദ്യം പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഔട്ട്ലെറ്റിലും ഉണ്ടായിരുന്ന മദ്യം ഇതിലെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നതിന് പൂർണ്ണമായി ഇന്നലെ തീപിടുത്തം കത്തി നശിക്കുന്ന സാഹചര്യത്തിൽ കോടികളുടെ നഷ്ടമുണ്ടെന്നാണ് ഒരു പ്രാഥമിക നിഗമനം ഉള്ളത്. അത് കൃത്യമായൊരു പരിശോധന നടത്തും. എന്തായാലും ജീവനക്കാർ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്നവർ പെട്ടെന്ന് ഓടി മാറുകയും അതുകൊണ്ട് തന്നെ ജീവൻ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുകയായിരുന്നു. 7 യൂണിറ്റ് ഫയർഫോഴ്സാണ്, അതായത് ചെങ്ങന്നൂർ, മാവേലിക്കര, പത്തനംതിട്ട തുടങ്ങിയ മേഖലയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഇന്നലെ രാത്രി തീ അണച്ചത്, ഈ നിയന്ത്രണ വിധേയമാക്കിയത്. അതായത് ഇത് സംബന്ധിച്ചൊരു പരിശോധന ഉണ്ടാവും. അതിനുശേഷമായിരിക്കും എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് എന്നുള്ള ഒരു കണക്കുകൾ പുറത്തു വരികയുള്ളൂ. ശാസ്ത്രീയ പരിശോധനയും ഇന്ന് നടക്കും. ശ്രീജ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. പറവൂർ ചേന്നമംഗലത്ത് നമ്മളെയൊക്കെ നാടിന് മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു. 3 പേർ, ഒരു കുടുംബത്തിലെ 3 പേരെ തൊട്ട് അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരാൾ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. ആ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജിതിൻ മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുന്നു. അന്ന് നമ്മുടെ ഓർമ്മയിലുണ്ടാവും ജിതിൻ്റെ ഭാര്യ വിനീഷയും വിനീഷയുടെ മാതാപിതാക്കളെയും അയൽവാസിയായ ഋതു തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകം നടത്തിയ പ്രതി ഋതുവിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് ജിതിനും കുടുംബവും പറയുന്നു. ജിതിൻ്റെ 2 മക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു അന്ന് ആ ക്രൂരമായ കൊലപാതകം നടന്നത്. ജിതിൻ മാത്രമാണ് ആ ആക്രമണത്തിൽ നിന്ന് വളരെ നേരിയ ഒരു ഇതിൽ രക്ഷപ്പെട്ടത്. ജിതിൻ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. സാമ്പത്തികമൊക്കെ ഇപ്പം ആകെ ഞാനൊരിത് മെച്ചപ്പെട്ട് വന്നതായിരുന്നു. ആ സമയത്താണ് ആദ്യമൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു പോയിരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഗൾഫിലോട്ട് അങ്ങോട്ട് പോയത്. അവിടെ 2 കൊല്ലം നിന്നു. പിന്നെ ലീവിന് വന്നാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു ഇത് സംഭവിച്ചത്. ജീവിതത്തിലേക്ക് പതുക്കെ മടങ്ങി വരികയാണ് ജിതിൻ. പലതവണ ശസ്ത്രക്രിയ നടത്തി. ഇപ്പോൾ നടക്കാൻ കഴിയുന്ന സ്ഥിതിയിലാണ്. തുടർ ചികിത്സകൾ ഇനിയും ബാക്കി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി എന്തെന്ന് പോലും അറിയില്ല. ആ ജോലി എല്ലാവരും വഴിമുട്ടി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ 2 പെൺമക്കളല്ലേ, അവർ നോക്കണ്ടേ. അപ്പം ഞാനൊക്കെ രക്ഷപ്പെട്ടു വന്നത് അവർക്ക് തന്നെ ഒരു ആശ്വാസമാണ്. പിന്നെ
ഡോക്ടർമാർക്കും വലിയ ഉറപ്പുണ്ടായിരുന്നില്ല ഇങ്ങനെ അത് വരുമെന്ന്. ഇങ്ങനെ തലയ്ക്ക് ഇത്ര വലിയ ഇഞ്ചറി ആയിട്ട് ചെല്ലുന്ന ആരും ഒന്നില്ലെങ്കിൽ കോമയിലോട്ട് പോകും അല്ലെങ്കിൽ കിടപ്പായി പോകുന്നതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആകെ ഒരു 2 സൈഡ് തളർന്നു പോയെന്നല്ലാണ്ട് അത് അവർ റിക്കവർ ചെയ്ത് എടുത്തിരുന്നത്. പക്ഷെ കുറച്ചും കൂടി ആവണുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോണത്. ജിതിനും സ്കൂൾ വിദ്യാർത്ഥികളുമായ പെൺമക്കളുമാണ് കുടുംബത്തിൽ ബാക്കിയുള്ളത്. പ്രതി ഋതുവിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് ജിതിന്റെ മാതാവ് പറയുന്നു. അവന് ഏറ്റവും പരമാവധി കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെ അവന് നേടിക്കൊടുക്കണം. കാരണം എൻ്റെ മോൻ ഓരോ കാലടി വെച്ച് വീഴാൻ പോണ പോകിലും എൻ്റെ മനസ്സിൽ അത്രയും വിഷമമുണ്ട്. ഒരമ്മമാരും ഒരു മക്കളും അങ്ങനെ നമ്മൾ പറയല്ലോ. പക്ഷെ ഇവനെന്ന് പറയണത്, ഞാൻ പറയണത് അവനെ തൂക്കിൽ തന്നെ ഏറ്റണം. അവന് ഏറ്റവും അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയുമില്ല. പുറം ലോകം കാണരുത് അവൻ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കൂടി നേതൃത്വത്തിലാണ് ചികിത്സാ ചെലവുകൾ നിർവഹിച്ചത്. ചേന്ദമംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും പണം സ്വരൂപിച്ചു. ജിതിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഇടുക്കി ഹൈറേഞ്ചിൽ ഇത് മുന്തിരിക്കാലമാണ്. കൊന്നത്തടി പാറത്തോട്ടിൽ സ്വദേശി ജോണിയുടെ വീട് നിറയെ വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിക്കുലകളാണ്. പാറത്തോട്ടത്തിലാണ് ഈ മുന്തിരിപ്പാടം. കിഴക്കേ ഭാഗം ജോണിയുടെ വീടിന്റെ മട്ടുപ്പാവ് നിറയെ മുന്തിരി വിളഞ്ഞു കിടക്കുകയാണ്. 3 വർഷം മുൻപ് തമിഴ്നാട് പെരിയകുളത്ത് നിന്നാണ് ജോണി മുന്തിരി തൈകൾ വാങ്ങിയത്. കൃത്യമായ പരിപാലനമാണ് മുന്തിരി സമൃദ്ധമായി വളരാൻ സഹായിച്ചത്. ജലസേചനം, തണൽ ക്രമീകരിക്കൽ, പ്രൂണിംഗ് എന്നിവയെല്ലാം സമയബന്ധിതമായി നടത്തി. മുന്തിരി സമൃദ്ധമായി വളരാനും നല്ല വിളവ് ലഭിക്കാനും ഇത് സഹായകരമായി. എല്ലാത്തരം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇവിടെ ഉണ്ട്. മെയിനായിട്ട് മുന്തിരി നന്നായിട്ട് നട്ട് പരിപാലിക്കുന്നു. ഇതിപ്പം നട്ടിട്ട് 2.5 വർഷമായി. ഇത് 4ാമത്തെ വിളവെടുപ്പാണ്. ജോണിയുടെ മട്ടുപ്പാവിലെ മുന്തിരി കൃഷിയിൽ ഇത് 5ാം തവണത്തെ വിളവെടുപ്പിനാണ് തയ്യാറെടുക്കുന്നത്. ഇത്തവണ ഏതാണ്ട് 100 കിലോയിലധികം മുന്തിരി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൈവ കൃഷിരീതിയിലാണ് പരിപാലനമെന്ന് ജോണി പറയുന്നു. രാസവളങ്ങളോ മറ്റ് കീടനാശിനികളോ ഉപയോഗിക്കാത്തതിനാൽ മുന്തിരി വാങ്ങാനും ധാരാളം പേർ ഇവിടെ എത്താറുണ്ട്. മുന്തിരി കൃഷി എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണെന്നും ശ്രദ്ധയോടെയുള്ള പരിപാലനമുണ്ടായാൽ ഹൈറേഞ്ചിലും മുന്തിരി സമൃദ്ധമായി വളരുമെന്നാണ് ജോണി പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇനി ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അതിർത്തിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു നടപടിയുണ്ട്. ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ആദ്യമായി ചേരുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം ഇടവേളയിൽ കാണാം. നല്ല വാക്ക്.